വെൽക്കം ടു ട്രിപ്പിൾ ഐ കൊമേഴ്സ് ഫാമിലി. അപ്പോൾ ഇതാ 10ാം ക്ലാസ്സിലെ ലൈഫൊക്കെ അവിടെ കഴിഞ്ഞു. നമ്മൾ +1 അഡ്മിഷൻ എടുത്ത് പുതിയ സ്കൂളിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും, സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ 10ാം ക്ലാസ് വരെ പഠിച്ച് +1 സയൻസ് എടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവർക്കൊരു ഫൗണ്ടേഷൻ ഉണ്ട്. അതായത് ഓരോ സബ്ജക്റ്റും എന്താണെന്നുള്ളൊരു കറക്റ്റ് ഐഡിയ അവരുടെ കയ്യിലുണ്ടായിരിക്കും. ഇപ്പോൾ ഫിസിക്സ് എന്താണ്, കെമിസ്ട്രി എന്താണ്, ബയോളജി എന്താണെന്നുള്ളൊരു ഐഡിയ അവർക്കുണ്ടായിരിക്കും. അതിൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വേർഷനാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ അവർക്കറിയാം. പക്ഷേ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 കൊമേഴ്സ് എടുക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് കൊമേഴ്സ് എന്ന് പറയുന്നത് പുതിയൊരു സ്ട്രീമാണ്, ഒരു പുതിയൊരു ലോകമാണ്, പുതിയ സബ്ജക്ട്സ് ആണ് അവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ട്രിപ്പിൾ ഐയിൽ നിങ്ങളുടെ കൊമേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ കൊമേഴ്സ് എന്ന് പറയുന്ന സ്ട്രീമിൽ വരുന്ന അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, അതുപോലെ തന്നെ ഓപ്ഷണൽ സബ്ജക്ട്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അതുകൂടാതെ ഇംഗ്ലീഷ് എന്നിവയ്ക്ക് ഇവിടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് +1 +2 ഫുൾ മാർക്ക് നേടിയെടുക്കാൻ എന്തൊക്കെ വേണോ അതെല്ലാം നമ്മൾ ട്രിപ്പിൾ ഐയിൽ നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മിസ് ഡീൽ ചെയ്യുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റഡീസ് ആണ്. മിസ്സും റേച്ചല മിസ്സും കൂടിയിട്ടാണ് നിങ്ങളുടെ +1 +2 ബിസിനസ് സ്റ്റഡീസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ബിസിനസ് സ്റ്റഡീസ് സെറ്റാക്കി തരാൻ ഞങ്ങൾ രണ്ടുപേരും ഉണ്ട്. അപ്പോൾ അതിന് മുന്നേ ബിസിനസ് സ്റ്റഡീസ് എന്താണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അല്ലേ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇപ്പോൾ ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ ബിസിനസ് സ്റ്റഡീസ് അല്ലേ, ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇവിടെ പഠിക്കുന്നത്. നമ്മളെല്ലാവരും ആസ് എ കൊമേഴ്സ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ നമുക്ക് ചുറ്റിലും ബിസിനസ്സാണ്. അപ്പം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ ബിസിനസ്സിനെ പറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പം നമുക്ക് പറയാൻ പറ്റും ബിസിനസ് ഈസ് എവ്രിവെയർ, എല്ലായിടത്തും ബിസിനസ്സാണ് അല്ലേ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് മുതൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് വരെ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഒരു ബിസിനസ് വേൾഡിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബിസിനസ്സിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വേർഷൻ, അതിൻ്റെ ഒരു ബേസിക് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ് വേർഷൻ എന്നതിനേക്കാൾ കൂടുതൽ ഒരു ബേസിക്സ് ആണ് +1 +2 ബിസിനസ് സ്റ്റഡീസിൽ നിങ്ങൾ പഠിക്കുന്നത്. എങ്ങനെയാണ് ഒരു ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് വേണ്ട, ബിസിനസ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു, ബിസിനസ്സിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, മാനേജ്മെൻറ്റ് എന്താണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ +1 +2 പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ +1 അതിൻ്റെ ഒരു ബേസിക്സ് ആണ് നിങ്ങൾക്ക്, അതായത് ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു +1 3 ടേം ആയിട്ടാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഓരോ ടേമിൽ നിങ്ങൾക്ക് പഠിക്കുന്നത്. 11 ചാപ്റ്റേഴ്സ് ആണ്. ആ ഓരോ ചാപ്റ്റേഴ്സിനും ഓരോ സ്കോർ വെയിറ്റേജ് ആണ് വരുന്നത്. അപ്പോൾ എന്താണ് ഈ സ്കോർ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ എക്സാമിന് ആ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എത്ര മാർക്കിനാണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്നതാണ് സ്കോർ വെയിറ്റേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് ചാപ്റ്റർ ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്. ബിസിനസ്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് ബിസിനസ്, എന്താണ് ട്രേഡ്, എന്താണ് കൊമേഴ്സ് എന്നുള്ള കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് 6 മാർക്ക് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ 6 മാർക്ക് നമുക്ക് ഈ ഒരു ചാപ്റ്ററിന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ 6 മാർക്ക് എന്ന് പറയുന്നത് എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഇപ്പോൾ 6 മാർക്കിന് ചോദിക്കാം, സെക്കൻഡ് ചാപ്റ്റർ 12 മാർക്കിന് ചോദിക്കാം, ഇപ്പോൾ കറക്റ്റ് 6 മാർക്കിന് ചോദിക്കും, കറക്റ്റ് 12 മാർക്കിന്, അങ്ങനെയല്ല. 6 എന്ന് പറയുന്നത് ഒരു ബേസാണ്, 6 മാർക്ക് വരെ ചോദിക്കാം. ഓക്കെ, ചിലപ്പോൾ 2 മാർക്കിനുള്ളൊരു ക്വസ്റ്റ്യൻ, 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ അങ്ങനെ ചോദിക്കാം. അതുപോലെ തന്നെ 12 മാർക്ക് വരുന്ന സമയത്ത് 2 മാർക്കിനും 4 മാർക്കിനും പിന്നെ 6 മാർക്കിനും ചോദിക്കാം. ഇങ്ങനെ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ബേസ് ആയിട്ട് നിങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ 6 മാർക്കാണ് വെയിറ്റേജ്, 6 മാർക്കിന് ചോദിച്ചില്ലല്ലോ, അങ്ങനെയല്ല, ഒരു ബേസ് ആയിട്ട് മാത്രം നിങ്ങൾ കാണാം. ക്ലിയർ? അപ്പോൾ നോക്കിക്കേ, നിങ്ങൾക്ക് ഇവിടെ ട്രിപ്പിൾ ഐ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും കംപ്ലീറ്റ് റിവിഷനും കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വേർഷനാണ്. നിങ്ങൾക്ക് +1 +2 എങ്ങനെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് പഠിക്കാം, അതിനുവേണ്ടി നമ്മളിവിടെ ഒരു ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വേദ ബാച്ച്. ഓക്കെ, അപ്പോൾ വേദ ബാച്ചിൽ എന്തൊക്കെയുണ്ട് എന്നത് നമുക്ക് ഒന്നും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അല്ലേ. ഇവിടെ നോക്കിയാൽ ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ് 6 മാർക്കിന് വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണ്. അത്യാവശ്യം വലിയ ചാപ്റ്ററാണ്, ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ബിസിനസ്, ഈ ഒരു ചാപ്റ്ററിൻ്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ബിസിനസ്, വാട്ട് ഈസ് ബിസിനസ്, അതിൻ്റെ ഒരു മീനിങ് ഡെഫിനിഷൻ പഠിക്കാനുണ്ടാവും, ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാനുണ്ടാവും, ക്ലാസിഫിക്കേഷൻ പഠിക്കാനുണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എക്സാം ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതും നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ കാണാൻ പറ്റും, നിങ്ങളുടെ ടൈമിനനുസരിച്ച് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിന് എങ്ങനെ കാണാം, അങ്ങനെയുള്ള റെക്കോർഡഡ് ക്ലാസ്സസ് ആയിട്ടായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നേരത്തെ മിസ് പറഞ്ഞു വാട്ട് ഈസ് ബിസിനസ് അല്ലേ, അതിൻ്റെ ഒരു മീനിങ്, ഡെഫിനിഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, ഇങ്ങനെയുള്ള ഓരോ ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിട്ടായിരിക്കും
വരുന്നുണ്ടാവുക. അപ്പം നിങ്ങൾക്ക് വേദ ബാച്ചിൽ കയറി കഴിഞ്ഞാൽ ഇപ്പം ബിസിനസ് സ്റ്റഡീസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിന് ഒരു ഫോൾഡർ കാണാം. അങ്ങനെ കയറി കഴിഞ്ഞാൽ ബിസിനസ് ട്രേഡ് ആൻഡ് കോമേഴ്സ് ആ ഒരു ഫോൾഡർ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ഒരു വീഡിയോ. എന്താണ്? ഒന്നുകിൽ ഒരു 5 മിനിറ്റുള്ള വീഡിയോ ടു ഏറ്റവും മാക്സിമം പോയി കഴിഞ്ഞാൽ 20 മിനിറ്റുള്ള വീഡിയോ, അങ്ങനെയായിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പം ഇൻട്രൊഡക്ഷൻ കാണാം, പിന്നെ വാട്ട് ഈസ് ബിസിനസ്, മീനിങ് ഡെഫിനിഷൻ, അതുപോലെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് കാണാം. അങ്ങനെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചാണ് നമ്മൾ ഓരോ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു 10-15 വീഡിയോ ആ ഒരു ചാപ്റ്ററിൻ്റെ ഷോർട്ട് വീഡിയോസ് കേട്ടോ, ഷോർട്ട് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് കാണാം. എന്നിരുന്നാലും ടൈം ടേബിൾ ആവശ്യമായിട്ടുള്ള കുട്ടികളുണ്ടാവും അല്ലേ? എങ്ങനെ കണ്ടാലാണ് നമുക്ക് എക്സാമിലേക്ക് തീരുന്നത്, എങ്ങനെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്, അങ്ങനെയൊക്കെ ഒരു ടൈം ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് ക്ലാസ് സ്കെഡ്യൂളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഈ ക്ലാസ് സ്കെഡ്യൂൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോസ് കണ്ടു തീർക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് PDF നോട്ട്സുകൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റും അല്ലേ? ആ നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓരോ ക്ലാസ് കഴിയുന്ന സമയത്ത് അതിൻ്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ക്ലിയർ? അതുപോലെ തന്നെ ഇപ്പം നീ റെക്കോർഡഡ് ക്ലാസ്സസ് കണ്ടു, ഇനി നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡൗട്ട്സ് ഉണ്ടാവും അല്ലേ? ആ ഡൗട്ട്സ് എങ്ങനെ തീർക്കും? നമ്മൾ ലൈവ് സെഷൻസ് റിവിഷൻ ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അവിടെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ആയിട്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഡൗട്ട്സ് ഡയറക്റ്റ് ടീച്ചേഴ്സിനോട് ചോദിക്കാനായിട്ട് പറ്റും. അതുപോലെ ഇതൊരു വീക്ക്ലി ട്വൈസ് എന്ന രീതിയിലാണ് ഈ ഒരു ഡൗട്ട് ക്ലിയറൻസ് സെഷൻ നടക്കുന്നത്. ഓക്കെ, വെനസ്ഡേ സാറ്റർഡേ, മോസ്റ്റ് പ്രോബബ്ലി വെനസ്ഡേ സാറ്റർഡേ ആയിരിക്കും ലൈവ് സെഷൻ നടക്കുന്നുണ്ടാവുക. അതിന് മുന്നേ അതിൻ്റെ തലേ ദിവസം നിങ്ങൾക്ക് ഗൂഗിൾ ഷീറ്റ് പ്രൊവൈഡ് ചെയ്യും. അതിൽ പിറ്റേന്ന് നടക്കാൻ പോകുന്ന ലൈവ് ഏതാണോ ആ ലൈവിന് അല്ലെങ്കിൽ ആ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. ആ ഡൗട്ട്സുകളാണ് പിറ്റേന്ന് ടീച്ചേഴ്സ് പ്രിപ്പയർ ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നത്. അവിടെ വെച്ച് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ടീച്ചേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റും. ഇങ്ങനെ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ ഇവിടെ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് എക്സാം MCQ ചാപ്റ്റർ വൈസ് എക്സാംസ് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിച്ച് അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ കഴിഞ്ഞ് പിന്നെ നിങ്ങൾക്ക് ഒരു എക്സാം അവിടെ നടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് PYQ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനും നിങ്ങളുടെ എക്സാമിൻ്റെ ടൈമിൽ നടത്തുന്നുണ്ടാവും. ഓക്കെ, ഓരോ എക്സാമിൻ്റെ ടൈമിലും ഇത്തരത്തിലുള്ള PYQ ഡിസ്കഷൻ വീഡിയോസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും നിങ്ങൾക്ക് എന്തൊക്കെയാണോ നല്ല രീതിയിൽ, അതായത് ഫുൾ A+ നേടിയെടുക്കാൻ വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നത്, അതിനുള്ള ക്ലാസ് ഇവിടെ വേദ ബാച്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ? അപ്പം നന്നായിട്ട് പഠിക്കാം. നമുക്ക് ബിസിനസ് സ്റ്റഡീസ് സെറ്റായിട്ട് പഠിക്കാം. ബാക്കി എല്ലാ സബ്ജക്ട്സ് പഠിപ്പിക്കാൻ ഇവിടെ ടീച്ചേഴ്സ് റെഡിയാണ്. പഠിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ പഠിപ്പിക്കാൻ ഞങ്ങൾ റെഡിയാണ്.